നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പത്രിക സമർപ്പണം കൂടി കഴിഞ്ഞതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇനി തീപാറുന്ന പോരാട്ടത്തിന്റെ നാളുകളാണ്. ന്യൂജൻ വോട്ടുറപ്പിക്കാൻ ന്യൂജൻ തന്ത്രവുമായി ഇടിയും പടയാളികളും രംഗത്തിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തിയാണ് വസീഫിന് വോട്ട് തേടുന്നത്. BJP പ്രവർത്തകരും വീറോടെ രംഗത്തുണ്ട്. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചതോടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് കഠിനമായിരിക്കുകയാണ്. മീനച്ചൂടിനെ കവച്ചുവെക്കുന്ന തീപാറുന്ന പോരാട്ടമാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഇപ്പോൾ. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ ബുധനാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. LDF സ്ഥാനാർത്ഥി V വസീഫും NDA സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൽ സലാമും മാർച്ച് 30 തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. LDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് വസീഫ് കളക്ട്രേറ്റിൽ ഒരു സെറ്റ് പത്രിക സമർപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൽ സലാം ഒരു സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. BJP പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് CP മനോജ് പിന്താങ്ങി. പ്രവർത്തകരോടൊപ്പം കോട്ടപ്പടിയിലെ പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ വോട്ടുറപ്പിക്കാനുള്ള തന്ത്രങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണ് പാർട്ടികളും അണികളും. കന്നി വോട്ടർമാരുടെ വോട്ടുറപ്പിക്കാൻ ന്യൂജൻ തന്ത്രമാണ് ET പയറ്റുന്നത്. ETയുടെ ന്യൂജൻ മീറ്റ് ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. UDFന്റെ ന്യൂജൻ പോരാട്ടത്തെ LDF മറികടക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെ രംഗത്തിറക്കിയാണ്. വസീഫിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി മലപ്പുറം മണ്ഡലത്തിൽ വോട്ടുറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഒപ്പം മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തി വോട്ടുറപ്പിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി. ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. മലപ്പുറത്ത് ലീഗിന് മുൻതൂക്കമുള്ളതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ് UDF പ്രവർത്തകർ വോട്ടു തേടുന്നത്. എന്നാൽ യുവത്വത്തെ മുൻനിർത്തിയുള്ള കരുനീക്കത്തിൽ വേണ്ടുവോളം പ്രതീക്ഷയിൽ തന്നെയാണ് LDFും. ETയുടെ ന്യൂജൻ മീറ്റുകളെ വസീഫ് എന്ന ന്യൂജനിലൂടെ മറികടക്കുമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്. 2004 ചരിത്രം 2024 ആവർത്തിക്കുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിലുൾപ്പെട്ട ഏക മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ M അബ്ദുൽ സലാം. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ അബ്ദുൽ സലാമിനെ കളത്തിലിറക്കിയതോടെ മലപ്പുറം മണ്ഡലത്തിൽ മുന്നേറാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് ഗോധയിൽ അങ്കത്തട്ടിൽ അരയും തലയും മുറുക്കി നേതാക്കളും വീറോടെ ഓരോ പാർട്ടി പ്രവർത്തകരുമുണ്ട്. ആരു വാഴുമെന്നത് വിഷയമല്ലാതെ വാഴുന്നവർ നാടിനു വേണ്ടി നിലകൊള്ളണമെന്ന പ്രതീക്ഷ പങ്കിടുന്ന സാധാരണക്കാരും ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പൂർണ്ണമാക്കുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.